ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാച്ചിയ മോരാണ്. ഓക്കെ, തേങ്ങയില്ലാണ്ട് നമുക്ക് കാച്ചിയ മോരൊന്നും ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മോരെടുക്കുക. മോരിൻ്റെ അകത്തോട്ട് ഉപ്പും കറിവേപ്പിലയും ഇടുക, എന്നിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇടികല്ലിൻ്റെ അകത്തോട്ട് ചുവന്നുള്ളിയും മഞ്ഞളും ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അത് മാറ്റി വെക്കുക. ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. ആദ്യം ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കടുകിടാം. കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊട്ടുമല്ലോ. പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചുവന്നുള്ളി പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റാം. നമുക്ക് വഴറ്റി അതൊരു കളറ് പാകമാകുമ്പോഴത്തേക്ക് ഒരു മൂപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഇടികല്ലിൻ്റെ അകത്ത് പേസ്റ്റാക്കി വെച്ച ആ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ചേരുവകളെല്ലാം മൂക്കും. ആ ടൈമിൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ മോര് ഒഴിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, മോരിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് ഇത് നമുക്ക് ഒത്തിരി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു പാഠം വെച്ചാൽ മോര് കാച്ചി പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആദ്യം മോര് ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആ തവി എടുത്തിട്ട് നമ്മൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലോ അല്ലെങ്കിൽ വെളിയിലോട്ട് നമ്മുടെ വെളിയിൽ പ്രകാശത്തിലോ തവി പൊക്കി നോക്കുമ്പോൾ ആവി പറക്കും. അപ്പം ആവി പറക്കുകയാണെന്നുണ്ടെങ്കിൽ ആവി പറക്കണ ഇത് കണ്ട ഇതിൻ്റെ അത് കാണില്ല, ആവി പറന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഓക്കെ, അപ്പോൾ എൻ്റെ മോര് കാച്ചിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.